ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്ന സൂസൻ എന്ന ഈ യുവതി നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോ? സമ്മതമാണ്. സൂസനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് നിയമപരമോ ന്യായമായോ എന്തെങ്കിലും തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ഇല്ല. കർത്താവ് നിങ്ങളെ നടത്തുന്ന ഏത് സാഹചര്യത്തിലും മരണം നിങ്ങളെ വേർപിരിക്കുന്ന നാൾ വരെ നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും അവളെ സ്നേഹിച്ച് ബഹുമാനിച്ച് പോറ്റി പുലർത്തി ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാവിധ കർത്തവ്യങ്ങളും ചെയ്യുവാൻ പ്രിയ സോബൻ തീരുമാനിച്ചിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ സൂസനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന സോബൻ എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണ്? സോബൻ എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്ന നിയമപരമോ ന്യായപരമായോ എന്തെങ്കിലും തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? കർത്താവ് നിങ്ങളെ നടത്തുന്ന ഏത് സാഹചര്യത്തിലും മരണം നിങ്ങളെ വേർപിരിക്കുന്ന നാൾ വരെ നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും അവനെ സ്നേഹിച്ച് ബഹുമാനിച്ച് വിധേയപ്പെട്ടിരുന്നു ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാവിധ കർത്തവ്യങ്ങളും ചെയ്യുവാൻ സൂസൻ തീരുമാനിച്ചിരിക്കുന്നു. അവരിരുവരും അവരുടെ തീരുമാനങ്ങൾ ദൈവസഭയെ അറിയിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് കഴിയുന്ന എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. നമ്മുടെ ആദിമ മാതാപിതാക്കളായ ആദമിനെ ഹവ്വയെ യോജിപ്പിച്ചവനായ ദൈവത്തിന്റെ അദൃശ്യമായ കരം ഇവരെ ഇറങ്ങി വന്ന് ഇവരെ യോജിപ്പിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ കർത്തൃനാമത്തിൽ ഓർമ്മിക്കും. ദൈവത്തിന്റെ അദൃശ്യമായ കരത്താൽ ഇവർ യോജിക്കപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സോബിനാവുന്ന ഞാൻ സൂസൻ എന്ന നിന്നെ ഇന്നു മുതൽ എൻ്റെ സ്വന്തം ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവ് നമ്മെ നടത്തുന്ന ഏത് സാഹചര്യത്തിലും ഞാൻ നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് പോറ്റി പുലർത്തി ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാവിധ കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ചെയ്തു കൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശ്രേഷ്ഠ ദൂതന്മാരെയും ഈ സഭയെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. കർത്താവ് ഈ ഉടമ്പടികളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂസനാകുന്ന ഞാൻ സോബിൻ ആകുന്ന അങ്ങേ ഇന്നു മുതൽ എന്റെ സ്വന്തം ഭർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവ് നമ്മെ നടത്തുന്ന ഏത് സാഹചര്യത്തിലും ഞാൻ അങ്ങേ സ്നേഹിച്ച് ബഹുമാനിച്ച് വിധേയപ്പെട്ടിരുന്നു കൊണ്ട് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാവിധ കടപ്പാടുകളും
ചെയ്തു കൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശ്രേഷ്ഠ ദൂതന്മാരെ ഈ സഭയെ സാക്ഷി നിർത്തി ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. ദൈവം ഇവരുടെ ഉടമ്പടികളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ഇവിടെ വിശുദ്ധ കാര്യങ്ങളെ ഇവിടെ നേരെ ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ട് അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള ഉത്തമ കുടുംബ ജീവിതം ചെയ്തെടുത്ത ദൈവത്തെ സഹായിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഇന്ന് പോലെ ഉഭയസമ്മതത്താൽ ഉടമ്പടി വാചകത്താൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നിന്റെ മക്കളെ ഞങ്ങളുടെ തൃക്കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമ ഭർത്താവിന്, ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാവിധ കടപ്പാടുകളും കർത്താവ് ഉത്തരവാദിത്വങ്ങളും ചെയ്തെടുപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള ഒരു കുടുംബ ജീവിതം നയിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടുവാൻ ഞാൻ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സമയത്ത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ കർത്തൃദാസന്മാർ ഒരാൾ ശബ്ദം നിർത്തി വായിക്കും. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏതു കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുൾ ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല 1 ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ കരുത് പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ഏത് കാരണം ചൊല്ലിയാണ് ഭാര്യ ഉപേക്ഷിക്കുവാൻ കഴിയുന്നത്? യേശു പറഞ്ഞ ഒരു മറുപടിയാണ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് പകൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശ്രേഷ്ഠ ദൂതന്മാരുടെയും ദൈവസഭയുടെ മുമ്പാകെ ഉടമ്പടി വാചകത്താൽ ഉഭയസമ്മതത്താൽ കുടുംബ ജീവിതത്തിലേക്ക് ഇവർ പ്രവേശിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ദൈവം യോജിപ്പിച്ച ഈ കുടുംബത്തെ മനുഷ്യർ വേർപിരിക്കരുത്. ഈ സമയത്ത് ഞാൻ ഈ വേദഭാഗം 3 പ്രാവശ്യം ഇവിടെ ഉറക്കെ പറയുമ്പോൾ ദൈവമക്കളായ നിങ്ങൾ അതിന് ആമേൻ പറയണം. ആകയാൽ സർവശക്തനായ ദൈവം യോജിപ്പിച്ച ഈ കുടുംബത്തെ മനുഷ്യർ വേർപിരിക്കരുത്. ആകയാൽ സർവശക്തനായ ദൈവം യോജിപ്പിച്ച ഈ കുടുംബത്തെ മനുഷ്യർ വേർപിരിക്കരുത്. ആകയാൽ സർവശക്തനായ ദൈവം യോജിപ്പിച്ച ഈ കുടുംബത്തെ മനുഷ്യർ വേർപിരിക്കരുത്. ഇന്ന് പകൽ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഉഭയസമ്മതത്താൽ ഉടമ്പടി വാചകത്താൽ പ്രിയ സോബിനും പ്രിയ സൂസനും ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു എന്നുള്ള കാര്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരസ്യമായിട്ട് പ്രസ്താവിക്കുന്നു. കരങ്ങളെ അടിച്ച് പുതുതായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ഈ കുടുംബത്തെ സ്വീകരിക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥന ദിവസം ഇരിക്കാം.